POP-ലെ 21 ദിവസത്തിലെ എനിക്ക് ഏറ്റവും ഒരു എന്താ പറയുക ഒരു ഇഷ്ടപ്പെട്ട ദിവസം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഫീലിംഗ് കിട്ടിയ ദിവസം വെരി ഫസ്റ്റ് ഡേ ആണ്. ആ ഒരു വെരി ഫസ്റ്റ് ഡേ തന്നെ ഞാൻ അത്രയും കുറച്ച് നാൾ ഉണ്ടായിക്കൊണ്ട ടെൻഷൻ പെട്ടെന്ന് അങ്ങ് മാറി ഒരു ഹാപ്പിനെസ് കിട്ടി. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കൺട്രോൾഡ് ആയി. സ്ലീപ്പിംഗ് പ്രശ്നങ്ങൾ ഒരു ഓൾമോസ്റ്റ് ഒരു 50-60% കംപ്ലീറ്റ് ആയി. എന്റെ പേര് ശ്രീലാൽ എന്നാണ്. ഞാൻ കൊല്ലത്താണ് വരുന്നത്. അപ്പൊ ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു സാറിന്റെ ഒരു പ്രോഗ്രാം കാണുന്നത്. അപ്പൊ കണ്ട് അതിന്റെ ഒരു സാറിന്റെ മുദ്ര ക്ലാസ്സുകളൊക്കെയാണ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കൂടുതൽ മനസ്സിലാക്കണം ഒരു താല്പര്യം വന്നു. അപ്പൊ എന്റെ ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഒക്കെയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ട്രെസ്, ആങ്സൈറ്റി, ഗ്യാസ്ട്രിക് പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാറിന്റെ ഒരു ക്ലാസ് കാണുന്നത്. അങ്ങനെ സാറിന്റെ ഒരു ഡെമോ ക്ലാസ് ഞാൻ കണ്ടു. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇമ്പ്രസ്ഡ് ആയി. അപ്പൊ തന്നെ ഞാൻ അത് തീരുമാനിച്ചു. അപ്പൊ സാറ് POP കുറിച്ച് പറയുകയാണ്. അപ്പൊ POP-ൽ ഞാൻ ജോയിൻ ചെയ്തു. POP-ലെ 21 ദിവസത്തിലെ എനിക്ക് ഏറ്റവും ഒരു എന്താ പറയുക ഒരു ഇഷ്ടപ്പെട്ട ദിവസം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഫീലിംഗ് കിട്ടിയ ദിവസം വെരി ഫസ്റ്റ് ഡേ ആണ്. ആ ഒരു വെരി ഫസ്റ്റ് ഡേ തന്നെ ഞാൻ അത്രയും കുറച്ച് നാൾ ഉണ്ടായിക്കൊണ്ട ടെൻഷൻ പെട്ടെന്ന് അങ്ങ് മാറി ഒരു ഹാപ്പിനെസ് കിട്ടി. പിന്നീട് എനിക്ക് എല്ലാ ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഏർലി മോർണിംഗ് ആണ് വരുന്നത്, ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ എല്ലാം ഒന്നും പറ്റിയിട്ടില്ല. എങ്കിലും മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്തു. കുറേ വ്യത്യാസങ്ങളുണ്ട്. എന്റെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കൺട്രോൾഡ് ആയി. സ്ലീപ്പിംഗ് പ്രശ്നങ്ങൾ ഒരു ഓൾമോസ്റ്റ് ഒരു 50-60% കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ എന്തായാലും എനിക്കറിയാം സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്താൽ, അത് പ്രാക്ടീസ് ചെയ്താൽ ഒരുപാട് ബെറ്റർ ആവുന്നുള്ള ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്. ഈ ക്ലാസ് വരിക, എക്സ്പീരിയൻസ് ചെയ്യുക, അതിലുള്ള മാറ്റം സ്വയം അനുഭവിക്കുക. ഇത് പറഞ്ഞാൽ ഒരു പക്ഷെ അത് മനസ്സിലാവത്തില്ല. ക്ലാസ്സിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക.